മീഡിയ പ്രാക്ടീസസിൻ്റെ മൊഡ്യൂൾ 4 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സിലബസിൽ വരുന്ന കാര്യങ്ങൾ: റൈറ്റിംഗ് ഫോർ പ്രിൻറ്റ് മീഡിയ, ഹാർഡ് ന്യൂസ്, ഫീച്ചർ സ്റ്റോറീസ്, ദ ഇൻവേർട്ടഡ് പിരമിഡ് വിത്ത് എക്സാമ്പിൾസ്, 5 Ws and 1 H, different styles of news writing, leads, language and narrative structure, writing for advertising, methods of advertising, classified advertising and commercial advertising, layout and design of advertising, language of advertising, tips for effective advertising, web writing, various forms of web writing, basic principles of web, elements of good web writing, tips for content creation, major tools used for web writing such as MS Word, Google Docs, Redsea or Readsea, IA Writer, Storyist, etc. സോ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. ആദ്യത്തെ കുറച്ച് പാർട്ടും പിന്നെ കുറച്ച് പാർട്ട് ചെയ്തിട്ട് 2 ഇതിലും കൂടി വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ഡീൽ ചെയ്തിട്ടായിരിക്കും പോവുക. ആദ്യത്തെ ടോപ്പിക്കിൽ റൈറ്റിംഗ് ഫോർ പ്രിൻറ്റ് മീഡിയ, ഹാർഡ് ന്യൂസ്, ഫീച്ചർ സ്റ്റോറീസ് ആൻഡ് ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈൽസ്. സോ ആദ്യം തന്നെ ഹാർഡ് ന്യൂസ് എന്താണ്, ഫീച്ചർ സ്റ്റോറീസ് എന്താണ്? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സാധനമാണ്. സോ എന്താണ് ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർഡ് ന്യൂസ് റെഫേഴ്സ് ടു റിപ്പോർട്ട്സ് ഓൺ സീരിയസ്, ഫാക്ച്വൽ ആൻഡ് ടൈം സെൻസിറ്റീവ് ഈവൻറ്റ്സ് സച്ച് എസ് പൊളിറ്റിക്സ്, ക്രൈം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ബിസിനസ് ആൻഡ് പോളിസി ചേഞ്ചസ്. സോ ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും. വളരെ സീരിയസ് ന്യൂസ് ആയിരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ച്വൽ ആയിരിക്കും. നമ്മുടെ ഊഹാപോഹങ്ങളൊന്നും നമുക്കിതിനകത്ത് പറയാൻ പറ്റത്തില്ല. വളരെ ഫാക്റ്റുകളെ മാത്രം പറയുന്നതിനാണ് ഫാക്ച്വൽ എന്ന് പറയുന്നത്. സോ ഫാക്റ്റ് ആയിരിക്കണം സംസാരിക്കേണ്ടത് ആ ന്യൂസ് വഴി. ആൻഡ് ടൈം സെൻസിറ്റീവ് ഈവൻറ്റ്സ് സച്ച് എസ് പൊളിറ്റിക്സ്, ക്രൈം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ബിസിനസ് ആൻഡ് പോളിസി ചേഞ്ചസ്. പിന്നെ ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ എസ്കലേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി മോശപ്പെട്ട ലെവലിലോട്ട് പോകുന്ന കാര്യങ്ങളും ഹാർഡ് ന്യൂസിനകത്ത് വരും. എക്സാമ്പിൾ പൊളിറ്റിക്സ്, ഇപ്പോൾ ഇലക്ഷൻ ന്യൂസ് വരുന്നതാവട്ടെ, ഇലക്ഷൻ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ന്യൂസ് ആവട്ടെ, വളരെ വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ, അല്ലെങ്കിൽ ക്രൈം, ഒരു കൊലപാതകത്തിൻ്റെ ഒരു ന്യൂസോ, അല്ലെങ്കിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയൊരു ന്യൂസ്, അതെല്ലാം വളരെ ടൈം സെൻസിറ്റീവാണ്. കാരണം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റും നമുക്ക് ഒത്തിരി വലുതാണ്. ഇവിടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പറയുമ്പോൾ വയനാട് ദുരന്തമൊക്കെ നമ്മൾ അത്രത്തോളം അയ്യോ ഇനി എന്താണ് കാഷ്വാലിറ്റീസ് ഉണ്ടാകുമോ, അത്രയും സീരിയസ് ആയിട്ട് ഫാക്റ്റ് നമുക്കൊന്നും ഉണ്ടാക്കി പറയാൻ പറ്റില്ല. അത്രയ്ക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പിന്നെ ഏതെങ്കിലും ബിസിനസ്സും പോളിസി ചേഞ്ചസും ഒക്കെ, ഇപ്പോൾ ഇന്ത്യ പാക് വാറിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും കുറേ പോളിസി ചേഞ്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയൊക്കെയാണ് ഇത്തരം ഫാക്ച്വൽ ആയിട്ടുള്ള സീരിയസ് ഫാക്ട്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിനാണ് ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് സ്റ്റോറീസ് ഫോക്കസ് ഓൺ ഇമ്മീഡിയസി, ആക്യുറസി ആൻഡ് ബ്രെവിറ്റി. 3 കാര്യങ്ങളാണ് ഈ സ്റ്റോറികൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് സ്റ്റോറി എന്ന് പറയത്തില്ലേ, അപ്പോൾ ആ പത്രത്തിൽ അല്ലെങ്കിൽ ന്യൂസിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റോറീനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോറിയിൽ നിന്ന് ഓൺ ഇമ്മീഡിയസി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണമല്ലോ, അതുകൊണ്ട് ഒരു പെട്ടെന്ന് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ദെൻ ആക്യുറസി, പറയുന്ന ഓരോ കാര്യവും കൃത്യമായിരിക്കണം, അല്ലാതെ നമുക്ക് നമ്മുടെ ഊഹാപോഹങ്ങൾ സംസാരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ബ്രെവിറ്റി, വളരെ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഹാർഡ് ന്യൂസ് ഫോളോസ് എ ന്യൂട്രൽ ഒബ്ജക്റ്റീവ് ടോൺ ആൻഡ് അവോയ്ഡ്സ് ഒപ്പീനിയൻസ് ഓർ എംബലിഷ്മെൻറ്റ്സ്. സോ ഹാർഡ് ന്യൂസ് വളരെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ടോണാണ് ന്യൂസിനുണ്ടാവുക. ഇപ്പോൾ ന്യൂസ് എഴുതുന്ന ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇഷ്ടമുള്ള ആളാണെന്ന് കരുതിയിട്ട് എൻ്റെ പാർട്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ ബയസ്ഡ് ആയിട്ടുള്ള ടോൺസ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ ഒപ്പീനിയൻസ് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ പാർട്ടിയിൽ അങ്ങോട്ട് ക്ഷമിക്കും നിങ്ങളെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം, ആരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത്. ഒബ്ജക്റ്റീവ് ടോൺ ആയിരിക്കണം, ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് ഇങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എംബലിഷ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ ഈ പുകഴ്ത്തി പറയുന്നത് ഒഴിവാക്കണം. എംബലിഷ്മെൻറ്റ്സ് ഒന്നും പാടില്ല. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു മന്ത്രി എത്തി എന്നുള്ളതാണ് ന്യൂസെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ പാർട്ടിയുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പാർട്ടിയുടെ മന്ത്രിയായിരിക്കും വരുന്നത്. പക്ഷേ എന്ന് എഴുതിയിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയാൻ പറ്റില്ല. വളരെ നോർമലായിട്ട്, ഇനി എനിക്കിഷ്ടമുള്ള ആളാണ് വരുന്നതെങ്കിൽ വന്നു ഒരു രാജാവിനെ പോലെ എത്തി, അങ്ങനെയൊന്നും നമ്മൾ ന്യൂസിൽ പറയാൻ പാടില്ല. എസ്പെഷ്യലി ഫോർ ദി ഹാർഡ് ന്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ഹാർഡ് ന്യൂസിനകത്ത് വരുന്നത്. ഓർത്ത് വയ്ക്കേണ്ട, സീരിയസ് ആയിരിക്കണം, ഫാക്റ്റ് ആയിരിക്കണം. പിന്നെ കുറേ ടൈം സെൻസിറ്റീവ് ഇവൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഒരു 2-3 എണ്ണമെങ്കിലും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ഇമ്മീഡിയസി, ആക്യുറസി ആൻഡ് ബ്രെവിറ്റി. പിന്നെ നമ്മുടെ സ്വന്തം ഒപ്പീനിയൻസോ ഒരു ഇഷ്ടമായിട്ടുള്ള ബയസ്ഡ് ആയിട്ടുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാർഡ് ന്യൂസ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമെങ്കിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റും.
ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? ടൈംലി, കവേഴ്സ് കറൻറ്റ് ആൻഡ് ബ്രേക്കിംഗ് ഇവൻറ്റ്സ്. ഓക്കെ, അതായത് ഇന്ന് സംഭവിച്ചൊരു കാര്യം ഈ നിമിഷം തന്നെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഹാർഡ് ന്യൂസിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് ഇന്നലെ നടന്നു കഴിഞ്ഞു, ടൈം സെൻസിറ്റീവ് ആയിരുന്നു, ഒരാളെ തട്ടിക്കൊണ്ടുപോയി അയാളെ തിരികെ കിട്ടി, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അറിയിക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഒരു ഇമ്മീഡിയസി അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. സോ അതല്ല വേണ്ടത്, ടൈംലി ആയിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. കറൻറ്റ് ആൻഡ് ബ്രേക്കിംഗ് ഇവൻറ്റ്സ് ആണ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ, മഴ മുന്നറിയിപ്പുകളെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ ഇന്ന് നമ്മളത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇന്നാരും പുറത്ത് പോകാൻ പാടില്ല, ഇപ്പോൾ ട്രോളിംഗ് നിരോധിച്ചു, മത്സ്യത്തൊഴിലാളികളൊന്നും കടലിൽ പോകാൻ പാടില്ല എന്നുള്ളത് ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് അവർ പോയി കഴിഞ്ഞ് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നാളെ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. സോ ടൈംലി ആയിട്ട് ആൾക്കാരെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഹാർഡ് ന്യൂസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഒബ്ജക്റ്റീവ്, ഫാക്ട്സ് ആർ റിപ്പോർട്ടഡ് വിത്തൗട്ട് പേഴ്സണൽ ഒപ്പീനിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാണോ ന്യൂസ് എഴുതുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് അയാളുടെ ഒരു പേഴ്സണൽ ചോയ്സസോ പേഴ്സണൽ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ന്യൂസിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ദെൻ കൺസൈസ്, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി ആൻഡ് ക്ലിയർലി. വളരെ കൃത്യമായിട്ട്, ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം വേണം പറയാൻ. ആൾക്കാർക്ക് ഒറ്റ വായനയിൽ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ ന്യൂസ് മനസ്സിലാവുന്ന ലെവലിന് വേണം നമ്മൾ ന്യൂസിനെ എന്ത് ചെയ്യാൻ, പ്രസൻറ്റ് ചെയ്യാൻ. ദെൻ സീരിയസ് ഇൻ നേച്ചർ, ഡീൽസ് വിത്ത് ടോപ്പിക്സ് ലൈക്ക് ക്രൈം, ഗവൺമെൻറ് ഡിസിഷൻസ്, എക്കണോമിക് ഇഷ്യൂസ് ആൻഡ് ഇൻ്റർനാഷണൽ അഫയേഴ്സ്. ഓൾറെഡി പറഞ്ഞതാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞത്: ടൈംലി, ഒബ്ജക്റ്റീവ്, കൺസൈസ്, സീരിയസ് ഇൻ നേച്ചർ. സോ ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കൂടെ ഇതിലോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ഓഫ് ഹാർഡ് ന്യൂസ് റൈറ്റിംഗ്. സോ ഇനി എന്താണ് ഹാർഡ് ന്യൂസ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് ന്യൂ ടാക്സ് റിഫോം പോളിസി. ഇതായിരിക്കും ഹെഡ്ലൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈനിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും, പുതിയൊരു ടാക്സ് റിഫോം പോളിസി വരുന്നു എന്ന്. സോ ഇനി എന്തിനാണ് ഇവിടെ ഈ എക്സാമ്പിൾ ഇട്ട് തന്നെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്രിയേറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, അത് മിക്കവാറും ചോദിക്കുന്നത് റൈറ്റ് എ ഹാർഡ് ന്യൂസ് അല്ലെങ്കിൽ ഹാർഡ് ന്യൂസ് റിപ്പോർട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഹാർഡ് ന്യൂസ് ഉണ്ടാവുക എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അത് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ലീഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ഇൻട്രോ പാർട്ടാണ്, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കും. The finance minister announced on Monday that a new tax reform policy will take effect on April 1st, reducing corporate tax rates while increasing GST on luxury goods. സോ അതൊരു ന്യൂസിനെ പറ്റിയിട്ട് ഒരു ന്യൂ ടാക്സ് റിഫോം പോളിസിയുടെ കാര്യം പറയുന്നു. അപ്പോൾ ആദ്യത്തെ തന്നെ സെൻറ്റൻസിൽ പറയുന്നുണ്ട് ആരാണത് അനൗൺസ് ചെയ്തത്, എന്ന് മുതലാണ് നിലവിൽ വരുന്നത്, കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ചിട്ട് ലക്ഷറി ടാക്സ് കൂട്ടുന്നതായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ന്യൂസിൻ്റെ എലാബറേഷനാണ്. അക്കോർഡിംഗ് ടു ദ മിനിസ്റ്റർ, ദ പോളിസി എയിംസ് ടു ബൂസ്റ്റ് economic growth by easing business tax burdens. Experts predict that the reform will have mixed efforts on businesses and consumers. ഇനി ആ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് എങ്ങനെയാണത് ബാധിക്കുക, ടാക്സ് ബേർഡൻസ് കുറയും, പിന്നെ കുറച്ച് ആൾക്കാർക്ക് മിക്സഡ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നു. ഇനി കൺക്ലൂഷനിൽ പറയുന്നത്, ദ റിഫോം ഫോളോസ് എക്സ്റ്റെൻസീവ് ഡെലിബറേഷൻ ആൻഡ് ഈസ് expected to shape the country's economic landscape. ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു കാര്യമായിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നിടത്താണ് ആ ന്യൂസ് നിൽക്കുന്നത്. അത് ഒരു ഷോർട്ട് ന്യൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോഡിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഹാർഡ് ന്യൂസ് വരിക. ഓക്കെ, ഇനി എന്താണ് ഫീച്ചർ സ്റ്റോറി എന്ന് നോക്കാം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡ് ന്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്, ഫീച്ചർ സ്റ്റോറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചർ സ്റ്റോറീസ് ആർ മോർ ഇൻ ഡെപ്ത്, എൻഗേജിങ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഡ്രിവൻ ദാൻ ഹാർഡ് ന്യൂസ്. സോ ഹാർഡ് ന്യൂസിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നതല്ല ഹാർഡ് ന്യൂസ്. പക്ഷേ ഫീച്ചർ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ഡെപ്ത് ആയിരിക്കും, കുറച്ചും കൂടി ഡെപ്തിലോട്ടായിരിക്കും കാര്യങ്ങൾ ന്യൂസ് പോവുക. എൻഗേജിങ് ആയിരിക്കും, വായിക്കുന്ന നമുക്ക് ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് കുറച്ചും കൂടി അതിലോട്ട് ഒന്ന് ഇറങ്ങി ചെല്ലാൻ തോന്നുന്ന കണക്കിന് നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കി വെക്കും. പിന്നെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് ഫീച്ചർ ന്യൂസ് പോകുന്നത്, അൺലൈക്ക് ഹാർഡ് ന്യൂസ്. They focus on human interest, background analysis and emotions rather than immediate events. സോ ഇമ്മീഡിയറ്റ് ഇവൻസിനെ പറ്റിയിട്ടല്ല ഫീച്ചർ സ്റ്റോറികളുടെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം നടന്നു, അതിനെ പറ്റിയിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയല്ല. പകരം ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ്, ഒരു കാര്യം സംഭവിച്ചു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് നോക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ഒരു കാര്യം നടന്ന ഉടനെ അല്ല ഫീച്ചർ സ്റ്റോറി വരുന്നത്.
ഫീച്ചേഴ്സ് ആർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അലൗസ് ഫോർ ക്രിയേറ്റിവിറ്റി ഇൻ നരേഷൻ. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഹാർഡ് ന്യൂസിനകത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും വരത്തില്ല, ഒരുപാട് ഡിസ്ക്രിപ്റ്റീവും അല്ല. പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ വളരെ ബ്രെവിറ്റിയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്. വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹാർഡ് ന്യൂസിൽ പറയുള്ളൂ. പകരം ഫീച്ചർ സ്റ്റോറിയിൽ എങ്ങനെയാണ് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഈവൻ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലും നമുക്ക് നരേറ്റീവിൻ്റെ പാർട്ടാക്കാൻ പറ്റും. ഇനി ഫീച്ചർ സ്റ്റോറീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ദേ ആർ നോട്ട് അർജൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ് വളരെ ടൈമിലി ആയിരിക്കും, എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യം അറിയിക്കുകയാണെങ്കിൽ ഇതിലങ്ങനെയല്ല. അൺലൈക്ക് ബ്രേക്കിംഗ് ന്യൂസ്, ഫീച്ചർ സ്റ്റോറീസ് ക്യാൻ ബി റിട്ടൺ ഡേയ്സ് ഓർ വീക്സ് ആഫ്റ്റർ ആൻ ഈവൻറ്റ്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ മാസങ്ങൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞോ ദിവസങ്ങൾ കഴിഞ്ഞോ ആണ് നമ്മൾ ഈ ന്യൂസിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എൻഗേജിങ്, യൂസസ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നീക്സ്, അനക്ഡോട്ട്സ് ആൻഡ് ഇമോഷൻസ്. സോ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, എൻഗേജിങ് ആയിരിക്കും, നമുക്ക് വായിക്കാനും തോന്നും. വളരെ വിശദമായിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു കഥ പറഞ്ഞു തരുന്നത് പോലെ ആയിരിക്കും എഴുതി വരിക. അനക്ഡോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്ക് കോട്ട് ചെയ്ത് പിന്നെ ഇമോഷണലി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ലെവലിലായിരിക്കും ഈ ഒരു എഴുത്ത് വരുന്നത് ഫീച്ചർ സ്റ്റോറീസിൻ്റെ. ദെൻ എക്സ്പ്ലോറേറ്ററി, കവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, കോസസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ആൻ ഇഷ്യൂ. ഒരു കാര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി സംസാരിക്കും, അതിൻ്റെ കാര്യകാരണങ്ങളെ പറ്റിയിട്ട് സംസാരിക്കും, പിന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ഈ ഒരു സ്റ്റോറി സംഭവിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പറയും. ഇതിന് ഉദാഹരണം പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ എടുത്തിട്ട് അവരെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രളയം നടന്ന സമയത്ത്, പ്രളയമൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ അതിജീവിച്ച് വന്നതിന് ശേഷം ഈ പ്രളയ സമയത്ത് സഹായിക്കാനായിട്ടുണ്ടായിരുന്ന കുറേ മുക്കുവരുണ്ടായിരുന്നു. ബോട്ട് കൊണ്ട് വളരെ സെൽഫ്ലെസ് ആയിട്ട് അവരെ നമ്മളെ സഹായിക്കാനായിട്ടുണ്ടായിരുന്ന കുറേ ആൾക്കാരാണ്. അവരുടെ കഥകൾ, 1-2 പേരുടെ കഥകൾ, എങ്ങനെയാണ് അവർ പോയത്, പിന്നെ വേറെ 1-2 പേര് ബെഡ്ഷീറ്റ് നൽകുന്ന കുറച്ച് തൊഴിലാളികൾ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും തുച്ഛമായ സമ്പാദ്യം എടുത്ത് സഹായിക്കുന്ന ആൾക്കാർ, ഇവരെ പറ്റിയിട്ടുള്ള കഥകൾ വരുന്നത് കുറച്ചൊരു ആഴ്ചകൾക്ക് ശേഷമാണ്. ഇന്നാൾ ഇത്രയും രൂപ നൽകി സഹായിച്ചു, കൊച്ചുകുട്ടി സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന കാശെടുത്ത് തന്നു. ഇതൊക്കെയാണ് ഫീച്ചർ സ്റ്റോറീസിൽ വരുന്നത്. ഓക്കെ. ആ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ സെയിം എക്സാമ്പിളിൽ ഒരു കുട്ടി അവൻ്റെ സമ്പാദ്യം എടുത്ത് തരുന്നത് ഫീച്ചർ സ്റ്റോറിയിലാണ് വരിക. പകരം ഗവൺമെൻറ് നമുക്ക് നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 1 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ഹാർഡ് ന്യൂസിൽ വരും. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ പറ്റും, നമ്മൾ ഇമോഷണലി അറ്റാച്ച് ചെയ്യും. പക്ഷേ മറ്റേ കാര്യം നമുക്ക് ഇമോഷണലി ഒന്നും പറയാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുകയും വേണം. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആണ്. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് അഫക്റ്റഡ് ബൈ ആൻ ഈവൻറ്റ്. സോ ഇനി തിരിച്ച് ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചു, അല്ലെങ്കിൽ കടൽ കയറിയത് കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു ആപത്ത് സംഭവിച്ചു, അവരെ പറ്റിയിട്ടുള്ള ന്യൂസ്, അല്ലെങ്കിൽ അവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിച്ചില്ല, അങ്ങനെയുള്ള ന്യൂസസൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫീച്ചർ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഫീച്ചർ സ്റ്റോറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഉദാഹരണത്തിനും സെയിം റീസൺ ആണ് വരുന്നത്. ക്രിയേറ്റ് ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്രിയേറ്റ് എ ഫീച്ചർ സ്റ്റോറി ഓൺ എനിബഡി യു നോ, അല്ലെങ്കിൽ ഓൺ എനി ഇൻസ്പിറേഷണൽ പേഴ്സൺ യു നോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഹെഡ്ലൈൻ സർവൈവിങ് ദ സ്റ്റോം, ഹൗ കേരളാസ് ഫിഷർമെൻ ആർ അഡാപ്റ്റിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച്. സോ ഇവിടെ കേരളത്തിലെ ഫിഷർമെന്നിന് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അവരെങ്ങനെയാണ് അഡാപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു ഫീച്ചർ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. മോഹൻ എന്ന് പറയുന്ന 48 വയസ്സുള്ള ഒരാൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അയാളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്, അതാണ് ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടെങ്ങാനും വായിച്ച് വെച്ചിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ കഥയായിരിക്കും വരിക. സോ നമ്മളോട് ക്രിയേറ്റിൽ ഈ ഒരു ന്യൂസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈൻ തന്നെ കുറച്ചൊന്ന് ക്യാച്ചി ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആളുടെ കാര്യം പേഴ്സണലായിട്ട് നമുക്ക് വളരെ സബ്ജക്റ്റീവ് ടോണിൽ ആൾക്കാർക്ക്, വായിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് എൻഗേജിങ് ആവുന്ന രീതിയിലാണ് ഇവിടെ ഫീച്ചർ സ്റ്റോറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടി വരിക. അത്രേ ഉള്ളൂ അതിൽ. ഇനി ആദ്യത്തെ സെക്ഷനായിരുന്നു
ഹാർഡ് ന്യൂസ് വേഴ്സസ് ഫീച്ചർ സ്റ്റോറി. സോ ഇത് മേ ബി ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹാർഡ് ന്യൂസ് ആൻഡ് ഫീച്ചർ സ്റ്റോറി എന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. രണ്ടിൻ്റെയും ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇൻവെർട്ടഡ് പിരമിഡ് ഇൻ ന്യൂസ് റൈറ്റിംഗ്. The inverted pyramid is the most commonly used structure in journalism. It organizes news content by placing the most important information at the beginning and adding supporting details in descending order of importance. So, pyramid എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിരമിഡിൻ്റെ ഷേപ്പ് പറയായിരിക്കും. ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ഷേപ്പിലാണ് അത് ഉണ്ടാവുക, ട്രയാങ്കുലർ ഷേപ്പിൽ. ഇനി ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേ പിരമിഡിനെ തിരിച്ച് വെക്കുന്നത്, തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ ബേസ് ആയിട്ട് കുറച്ച് വീതി കൂടിയ ഭാഗവും താഴോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞൊരു ഭാഗമായിട്ടാണ് വരിക. ഇതാണ് ജേർണലിസത്തിനകത്ത് പറയുന്ന ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ന്യൂസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഏറ്റവും മുകളിൽ വരും. ആദ്യത്തെ തന്നെ നമ്മളൊരു പാരഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ മേലെയുള്ള ആ ഒരു വിരിഞ്ഞ ഭാഗം പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ പ്രസൻറ്റ് ചെയ്യും. പിന്നീട് താഴെയായിട്ട് ഇത് ആ ഒരു സ്ട്രക്ചറിലല്ല നമ്മൾ എഴുതി വരുന്നത്. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. സോ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് കുറഞ്ഞ് വരുന്നതിനാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. സോ ഇനി വൈ യൂസ് ദി ഇൻവെർട്ടഡ് പിരമിഡ്? സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെർട്ടഡ് പിരമിഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാബ് റീഡേഴ്സ് അറ്റൻഷൻ, റീഡേഴ്സ് ഗെറ്റ് ദി കീ ഇൻഫർമേഷൻ ഇൻസ്റ്റൻ്റ്ലി, സേവ് സ്പേസ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഗ്രാബ് റീഡേഴ്സ് അറ്റൻഷൻ. നമ്മൾ പെട്ടെന്നൊരു ന്യൂസ് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കീ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അല്ലാണ്ട് നമ്മളിങ്ങനെ തിരഞ്ഞ് വായിക്കുന്നതിനേക്കാളും ആദ്യം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാ ന്യൂസും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ ശ്രമിക്കത്തുള്ളൂ. ദെൻ സേവ്സ് സ്പേസ്. എഡിറ്റേഴ്സ് ക്യാൻ കട്ട് കണ്ടൻറ്റ് ഫ്രം ദി ബോട്ടം ഇഫ് നെസസറി. സോ ഇനി എങ്ങാനും നമ്മൾ ഈ ന്യൂസ് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മളത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്പേസ് കുറഞ്ഞു പോയി എങ്കിൽ എഡിറ്റേഴ്സിന് ലാസ്റ്റ് മൊമെൻറ്റിൽ ഫുള്ള് വായിച്ചു നോക്കാനുള്ള സമയം ഉണ്ടാവാത്ത പക്ഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ലാസ്റ്റുള്ള ഒരു 2-3 സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതങ്ങ് ധൈര്യമായിട്ട് കട്ട് ചെയ്ത് കളയാം. ദെൻ ഈസി ടു റീഡ്. ബിസി റീഡേഴ്സ് ക്യാൻ ക്വിക്ക്ലി ഗ്രാസ്പ് ദ മെയിൻ പോയിൻറ്റ്സ്. സോ വളരെ പെട്ടെന്ന് നമ്മളൊരു യാത്ര പോകാനിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു 3-4 സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ കാര്യം ഫുള്ള് മനസ്സിലാവും. സോ അങ്ങനെ മെയിൻ പോയിൻറ്റ്സ് കിട്ടാനും ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ് സ്ട്രക്ചർ ഇൻ ന്യൂസ് റൈറ്റിംഗ്? ഏതാണ്? ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ. ഇനി ആ ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, ലീഡിനകത്ത് എന്താ വരിക? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. എന്നിട്ട് അതൊരു 5 Ws and 1 H എന്ന് ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കും, അത് നോക്കാവേ. സോ സ്ട്രക്ചറിൽ ഇത്ര ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് സാധനം വരുന്നത് എന്താണ്? ലീഡ്. രണ്ടാമത് വരുന്നത് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. മൂന്നാമത് വരുന്നത് ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. സോ ഇതൊന്ന് ആ ഓർഡറും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ദ സ്ട്രക്ചർ ഓഫ് ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ലീഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ദെൻ ദി സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്, അതും കഴിഞ്ഞ് ദ ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇനി അതിൻ്റെ ഒരു ഉദാഹരണം വീണ്ടും കൊടുത്തിട്ടുണ്ട് അവിടെ. ഹെഡ്ലൈൻ ഞാനിവിടെ സ്ട്രക്ചറിനകത്ത് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. ഏതൊരു ന്യൂസിൻ്റെയും ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ്ലൈനാണ്. ഫ്ലഡ്സ് ഡിസ്പ്ലേസ് 50,000 പീപ്പിൾ ഇൻ ആസാം. ആസാമിൽ ഒരു ഫ്ലഡ് കാരണം അവിടുത്തെ 50,000 പേര് അവിടെ നിന്ന് മാറേണ്ടി വരുന്നൊരവസ്ഥ വരുന്നുണ്ട്. അതാണ് ഹെഡ്ലൈൻ കൊടുത്തേക്കുന്നത്. ഇനി ലീഡിനകത്ത് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല അതിപ്പോൾ. അത് കഴിഞ്ഞ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസിൽ എന്ത് കാരണത്താലാണ് ഒരു ഫ്ലഡ് വന്നു, ഇറ്റ് വാസ് ട്രിഗേർഡ് ബൈ ദി ഹെവി റെയിൻഫോൾ, ഇറ്റ് സബ്മേർജ്ഡ് ദി സെവറൽ വില്ലേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഇതിന് മുന്നേ എപ്പോഴാണ് ഫ്ലഡ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇതാണ് ഒരു ഇൻവെർട്ടഡ് പിരമിഡിൻ്റെ ഒരു സ്ട്രക്ചർ. ആദ്യത്തെ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ലീഡായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നേരത്തെ പറഞ്ഞതിൽ ലീഡിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ദി 5 Ws and 1 H ഓഫ് ന്യൂസ് റൈറ്റിംഗ്. സോ കുറച്ച് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ 5 Ws and 1 H എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ. ഇത്രയുമാണ് 5 Ws and 1 H.
ഓർക്കാൻ എളുപ്പമാണ്. ഇനി ഹൂ എന്നുള്ളത് ഹൂം എന്നൊന്നും മാറിപ്പോകരുതേ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹൂ എന്നുള്ളത് എന്താ വരുന്നത്? ഹൂ ഈസ് ഇൻവോൾവ്ഡ്, ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ. ദെൻ വാട്ട് ഹാപ്പൻഡ്, എപ്പോഴാണ് നടന്നത്, എന്താണ് നടന്നത്. എപ്പോഴല്ല, എന്താണ് നടന്നത്. അടുത്താണ് വെൻ, എപ്പോഴാണ് നടന്നത്. ദെൻ വെയർ, എവിടെയാണത് നടന്നത്. ദെൻ വൈ, എന്താണ് ഇത് നടക്കാനുള്ളൊരു കാരണം എന്താ. ദെൻ ഹൗ, എങ്ങനെയാണ് ഇത് നടന്നത്. ഇതാണ് 5 Ws ആൻഡ് 1 H. ഏതൊരു ന്യൂസ് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഈ 5ഉം 6 കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. എക്സാമ്പിൾ നോക്കാം. 5 Ws ആൻഡ് 1 Hൻ്റെ ഒരു എക്സാമ്പിളിൽ പറയുവാണെങ്കിൽ ഫയർ ബ്രേക്സ് ഔട്ട് ഇൻ മുംബൈ ടെക്സ്റ്റൈൽ ഫാക്ടറി, നോ കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ് എന്ന് പറയുന്ന ഹെഡ്ലൈന് ഹൂ, ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ഫയർ ഫൈറ്റേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ്, അത്രയും പേരാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. വാട്ട്, എന്താ സംഭവിച്ചത്? ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ചെയ്തു. ദെൻ എപ്പോഴാണ്? ലേറ്റ് ട്യൂസ്ഡേ നൈറ്റിന് എവിടെ വെച്ച് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു. ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് കട്ടിൻ്റെ സാധ്യതയാണ് ആൾക്കാർ പറയുന്നത്. ദെൻ ഹൗ, മനസ്സിലായോ? ഇങ്ങനെ 5 W ഉണ്ട്, ഒരു H ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു ന്യൂസിനകത്ത് വരുന്ന രീതിക്ക് എഴുതുന്നതിനാണ് 5 Ws ആൻഡ് 1 H എന്ന് പറയുന്നത്. ഇനി മേ ബി ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ ചോദിക്കാണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ ഒരു ന്യൂസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഓർക്കുമല്ലോ അല്ല, എന്തൊക്കെയാണ്? ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ. എളുപ്പമാണ്, ഒന്ന് എഴുതി വെച്ചെങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ഇനി അടുത്ത് വരുന്ന ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്. ഒന്ന്, ടൈപ്പ് ഓഫ് ലീഡ്സ്. ലീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഓപ്പണിംഗ് സെൻറ്റൻസസ് അഥവാ ദ ഇൻട്രൊഡക്ടറി സെൻറ്റൻസസ് വിച്ച് ഹാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ ന്യൂസ് ഓർ എ ന്യൂസ് സ്റ്റോറി. The lead first sentence is crucial in news writing. It determines whether the reader will continue reading. ലീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു റീഡർ പിന്നീട് അത് വായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ദെൻ സമ്മറി ലീഡ്, കുറച്ച് ടൈപ്പ് ഓഫ് ലീഡ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ലീഡ് എന്ന് പറയുന്നത് സമ്മറി ലീഡ്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ് ന്യൂസിനകത്താണ് ഈ ഒരു സമ്മറി ലീഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആൻസേഴ്സ് ദി 5 Ws ആൻഡ് 1 H ഇൻ 1 സെൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 W ഒരു H ഉള്ള കാര്യം ഈ ഒറ്റ സെൻറ്റൻസിനകത്ത് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് സമ്മറി ലീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ അനൗൺസ്ഡ് ന്യൂ ട്രേഡ് പോളിസീസ് ടുഡേ ടു ബൂസ്റ്റ് എക്സ്പോർട്സ് ബൈ 15%. ഇതൊരു വർക്ക് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. 5 Wsൻ്റെയും 1 Hൻ്റെയും ആൻസർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ. സമ്മറി ലീഡ് ഇത്രയേ ഉള്ളൂ. എന്താണ് സമ്മറി ലീഡ്? 5 Wsഉം ഒരു Hഉം ഉള്ളതിനെ ഒറ്റ സെൻറ്റൻസിനകത്ത് തന്നെ പറഞ്ഞ് പോകുന്നതാണ് സമ്മറി ലീഡ് എന്ന് പറയുന്നത്. സമ്മറി ലീഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ് ന്യൂസിനകത്ത്. ദെൻ വി ഹാവ് അനക്ഡോട്ടൽ ലീഡ് ബിഗിൻസ് വിത്ത് എ ഷോർട്ട് എൻഗേജിങ് സ്റ്റോറി. അനക്ഡോട്ടൽ ലീഡ് എന്ന് പറയുന്നത് ആരെങ്കിലും പറ്റിയിട്ടായിരിക്കും വളരെ ഒരു ഷോർട്ടായിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അനക്ഡോട്ടൽ ലീഡ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഫീച്ചർ സ്റ്റോറിക്കകത്തായിരിക്കും. ഹാർഡ് ന്യൂസിനകത്ത് അങ്ങനെ അധികം കണ്ടുവരാറില്ല. For years, Anita struggled to find affordable health care. Today, a new policy might change that. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരായി അനിതയ്ക്ക് എന്താ സംഭവിച്ചത്, ഏത് പോളിസിയാണ് അനിതയ്ക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് തോന്നും. അപ്പോൾ നമ്മളത് വായിക്കും. അതാണ് ഒരു ഫീച്ചർ സ്റ്റോറിയുടെ ലീഡിൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ലീഡാണ് ക്വസ്റ്റ്യൻ ലീഡ്. സ്റ്റാർട്ട്സ് വിത്ത് എ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ, വാട്ട് ഇഫ് യുവർ മോർണിംഗ് കോഫി കുഡ് റിവീൽ യുവർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഇത് ഏറ്റവും അധികം കണ്ടുവരുന്നത് ഈ ഓൺലൈൻ ന്യൂസ് വായിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ന്യൂസ് വരുന്നത്. ഒരു തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളുടെ മോർണിംഗ് കോഫി തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യും. അപ്പോൾ നമ്മളാണെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യും, അത് വായിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു ലീഡാണ് ഡിസ്ക്രിപ്റ്റീവ് ലീഡ്. 4 ലീഡാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സമ്മറി ലീഡ്, അനക്ഡോട്ടൽ ലീഡ്, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ലീഡ് ഏതായിരുന്നു? ക്വസ്റ്റ്യൻ ലീഡ്. ഇനിയുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ലീഡ്. യൂസസ് വിവിഡ് ഇമേജറി ടു ഡ്രോ റീഡേഴ്സ് ഇൻ. വളരെ വിവിഡായിട്ടുള്ള ഇമേജറി, നമ്മുടെ കൺമുന്നിൽ കാണുന്ന പോലത്തെ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് വായിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ലീഡിൻ്റെ പ്രത്യേകത.
അതിൻ്റെ ഒരു എക്സാമ്പിൾ, ദ സൺ ഹാസ് ജസ്റ്റ് സെറ്റ് ഓവർ ദി ക്വയറ്റ് വില്ലേജ് വെൻ എ സഡൻ എക്സ്പ്ലോഷൻ ഷാറ്റേർഡ് ദി സൈലൻസ്. സോ വളരെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ക്വയറ്റായിട്ട് സൂര്യൻ അസ്തമിച്ചൊരു വില്ലേജ്, പക്ഷെ അപ്പോൾ അവിടെ പെട്ടെന്നായിരുന്നു ആ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചത്. അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളൊന്നിരുന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ലീഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. സോ ഇതിവിടെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാൻ കാരണം, മേ ബി ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റൈറ്റ് എ ഡിസ്ക്രിപ്റ്റീവ് ലീഡ് ഫോർ എ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത് എന്നൊരു ഡൗട്ട് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ക്രിയേറ്റ് ലെവൽ ക്വസ്റ്റ്യനും നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരുന്ന ഒരു മൊഡ്യൂളാണിത്. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി വെച്ച് നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും, അതും നമുക്ക് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഇൻ ന്യൂസ് റൈറ്റിംഗ്. സോ ഇനി എന്താണ് ന്യൂസ് എഴുതുന്ന സമയത്ത് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണ്? കൺസൈസ് ആൻഡ് ക്ലിയർ, അവോയ്ഡ് അൺനെസസറി വേർഡ്സ് ആൻഡ് ജാർഗൺസ്. സോ ന്യൂസ് എഴുതുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി വേണം, കൺസൈസ് ആയിരിക്കണം, ബ്രീഫായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എഴുതേണ്ടത്. അൺനെസസറി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക, ജാർഗൺസും യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ ജാർഗൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഫഷൻസിലുള്ള ആൾക്കാർക്ക് അവർക്ക് പരസ്പരം സംസാരിക്കാൻ കുറേ വേർഡ്സ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ജാർഗൺസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജഡ്ജസിനെ എടുക്കുകയാണെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ദി കോർട്ട് ഈസ് അഡ്ജേൺഡ്, യെസ് യുവർ ഓണർ, യു മേ പ്രൊസീഡ് എന്നൊക്കെ പറയുന്നത് അത് അഡ്വക്കേറ്റ്സിൻ്റെ ജാർഗൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം വായിക്കുന്ന എല്ലാവരും അഡ്വക്കേറ്റ്സിനെ നേരിട്ട് അറിയുന്നവരോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ ലാംഗ്വേജ് അറിയുന്നവരാവണമെന്ന് നിർബന്ധമില്ല. അവർക്ക് കൂടി മനസ്സിലാവുന്ന ലെവലിന്, എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ലെവലിനുള്ള വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ അതാണ് ലാംഗ്വേജിൻ്റെ ആദ്യത്തെ കാര്യം വരുന്നത്. ഇനി ആക്റ്റീവ് വോയിസ്. സോ ഇവിടെ ആക്റ്റീവ് വോയിസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ദി സസ്പെക്ട് വാസ് അറസ്റ്റഡ് ബൈ ദി പോലീസ്, റൈറ്റ് പോലീസ് അറസ്റ്റഡ് ദി സസ്പെക്ട്. സോ എപ്പോഴും ആക്റ്റീവ് വോയിസ് ആയിരിക്കണം. അല്ലാണ്ട് ഇന്നയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഇന്നയാളെ അറസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്മൾ പാസീവ് വോയിസിൽ പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നൊരു കാര്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഓൾറെഡി കുറ്റവാളിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആ ന്യൂസിൻ്റെ വാല്യൂ ഒന്ന് കുറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും. പക്ഷെ അതേസമയം പോലീസുകാർ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ പോലീസിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ന്യൂട്രൽ ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ടോണാണ് നമ്മൾ ലാംഗ്വേജിൽ കീപ്പ് ചെയ്യേണ്ടത്. കീപ് പേഴ്സണൽ ഒപ്പീനിയൻസ് ഔട്ട് ഓഫ് ഹാർഡ് ന്യൂസ്. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ഹാർഡ് ന്യൂസിൽ നിന്നും ഒഴിവാക്കി വയ്ക്കുക. പക്ഷേ ഫീച്ചർ സ്റ്റോറിക്കകത്ത് നമുക്കത് പറയാൻ പറ്റും. കോൺവെർസേഷണൽ ആൻഡ് എൻഗേജിങ്, യൂസ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ഇൻ ഫീച്ചേഴ്സ്. സോ ഫീച്ചർ സ്റ്റോറിക്കകത്ത് നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കണക്കിന് വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു ലീഡ് കൊടുക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഫീച്ചർ സ്റ്റോറിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ലാംഗ്വേജ് ആസ്പെക്റ്റിനകത്ത് വരുന്നത്. ഇനി അടുത്തതാണ് നാരേറ്റീവ് സ്ട്രക്ചർ ഇൻ ന്യൂസ് റൈറ്റിംഗ്സ്. ക്രൊണോളജിക്കൽ ഓർഡർ, ഈവൻസ് ആർ പ്രസൻറ്റ് ഇൻ ദി ഓർഡർ ദ ഹാപ്പൻഡ്. സോ നാരേറ്റീവ് സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യണം. ആദ്യം നടന്ന കാര്യത്തിനാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് പിന്നീട് നടന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഒരു ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറ്റവാളിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ സംഭവിച്ച കാര്യം, അതാണ് ആദ്യം പറയേണ്ടത്. അല്ലാതെ അയാൾ ഒളിവിൽ പോയിരുന്നു എന്നുള്ളത് പിന്നീട് പറയേണ്ട കാര്യമാണ്. ഒളിവിൽ പോയിരുന്ന ആളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അറസ്റ്റ് ചെയ്തത് ആണ് നമ്മൾ ആദ്യം പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന ഇവൻറ്റ് എന്ന് പറയുന്നത്. ആ ലെവലിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് കീപ്പ് ചെയ്യാൻ. അല്ല, ഇനി നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതാണ് ആദ്യം പറയേണ്ടത്. സോ ഇപ്പോൾ ഇങ്ങനൊരു മോഷ്ടാവ് ഉണ്ടായിരുന്നു, ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ പറഞ്ഞു പോകാൻ. അല്ലാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം അയാൾ ഒളിവിലായിരുന്നു എന്നല്ല പറയേണ്ടത്. ഇങ്ങനെ ഒളിവിലായിരുന്ന ആളിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു ടൈം സ്റ്റാമ്പ് കറക്റ്റായിട്ട് നമ്മൾ ന്യൂസിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ കോസ് ആൻഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻസ് വൈ ആൻ ഇവൻറ്റ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. എന്തുകൊണ്ടൊരു കാര്യം സംഭവിച്ചു, ഇനി അതിൻ്റെ ആ കാര്യം സംഭവിച്ചത് മൂലം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ള കാര്യമാണ്. ദെൻ പ്രോബ്ലം സൊല്യൂഷൻ ഐഡൻറ്റിഫൈസ് ആൻ ഇഷ്യൂ ആൻഡ് പ്രസൻറ്റ് സൊല്യൂഷൻസ്. ഇനി ഒരു ഇഷ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു സ്ട്രക്ചറിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്
ഏതൊക്കെയോ ന്യൂസ് ചാനൽസിൽ ഫീച്ചർ സ്റ്റോറീസിനകത്ത് മോശപ്പെട്ട റോഡിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നടക്കാതെ പോയ പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് അവർ പ്രോബ്ലമായിട്ട് റേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷനായിട്ട് പറയുന്നത് ഇവർ തന്നെ അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ കാര്യം എത്തിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നരേറ്റീവ് സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ടത് ക്രൊണോളജി കീപ്പ് ചെയ്യണം. അപ്പോൾ ക്രൊണോളജി എന്നുള്ള വേർഡ് ഓർമ്മിച്ചില്ലെങ്കിൽ ദി ഇവൻറ്റ്സ് ഷുഡ് ബി ഇൻ ദി ഓർഡർ ഓഫ് വാട്ട് ഹാപ്പൻഡ് ഫസ്റ്റ്, അങ്ങനെ ഓർത്താലും മതി. അതിൻ്റെ ഒരു ഓർഡറിൽ വേണം പോകാൻ. പിന്നെ കോസ് ആൻഡ് എഫക്റ്റും പ്രോബ്ലം സൊല്യൂഷനും, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്തുള്ള ടോപ്പിക്ക് അഡ്വർടൈസിങ് ഓർ റൈറ്റിംഗ് ഫോർ അഡ്വർടൈസിങ് ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. പിന്നെ നമ്മുടെ അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസും അടുത്ത വീഡിയോയിൽ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒത്തിരി നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്.